1000 എൻക്വയറി വന്നു. കഴിഞ്ഞ എല്ലാ മാസവും നമ്മൾ വെബിനാർ നടത്തുന്നുണ്ട്. അന്ന് അതിൻ്റെ അകത്തൊന്ന് 100 പേരെയാണ് കൊണ്ടുവരാൻ പറ്റിയ. ബാക്കി 900 ലീഡ്സ് അവിടെ കിടക്കുക. വാട്ട് ഇഫ് എല്ലാ വെബിനാറിനും ഞാൻ പുതിയ ലീഡ്സ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഓരോ തവണയും ഞാൻ മാർക്കറ്റിങ്ങിന് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോ എന്താ ചെയ്തേ? പുതിയൊരാളെ കൊണ്ടുവന്ന് 10,000 രൂപ മേടിക്കാനല്ല, ഇവിടെ ഇരിക്കുന്ന 10,000 രൂപയിട്ട് ആളിനെ കൊണ്ട് എങ്ങനെ 2 ലക്ഷം ഇടിയിപ്പിച്ച് കിങ്സ് ക്ലബിലേക്ക് കൊണ്ടുപോകാം. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ. വെബിനാറിൽ ആളിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. ആ വന്നിരിക്കുന്നതിൽ എത്ര പേരെ കിങ്സ് ക്ലബിലേക്ക് എത്തിക്കാൻ പറ്റുന്നു, അതാണ് ലക്ഷ്യം. അതിന്റെ പേരാണ് ഒപ്റ്റിമൈസേഷൻ. ബിൽഡിംഗ് സിസ്റ്റം, മിനിമൈസിങ് ഡു ഓവേഴ്സ്, നോട്ട് ജമ്പിങ് ഇൻ ടു ദ നെക്സ്റ്റ് തിങ്. അടുത്തത്. നോ. ഒപ്റ്റിമൈസ് ഇറ്റ് ഫസ്റ്റ്. സിസ്റ്റം ഉണ്ടാക്കുക, ഒപ്റ്റിമൈസ് ചെയ്യുക, then go for expansion. Profit is not natural. ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ലാഭം കിട്ടില്ല. ഒരു ബിസിനസിന്റെ അകത്തും നീ ഇതല്ലയോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്ര രൂപ ലാഭം ഇരുന്നോട്ടെ, അങ്ങനെ ഒരു ദൈവവും ഇങ്ങനെ ഒരു റൂളും ഒരു രാജ്യത്തും ഇല്ല. യു ഹാവ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എന്ത് ചെയ്യണം? ഊറ്റിപ്പിഴിഞ്ഞെടുക്കണം. നമ്മൾ തന്നെ യു ഹാവ് ടു ഡിമാൻഡ് പ്രോഫിറ്റ് ഔട്ട് ഓഫ് ബിസിനസ്. അല്ലാതെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടത്തില്ല. നമ്മൾ ഊറ്റിപ്പിഴിഞ്ഞെടുക്കണം. സോ ആ പ്രോഫിറ്റിനെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഈ ബിസിനസിന് ഒരു പ്രശ്നമുണ്ട്. ഇറ്റ് വിൽ കൺസ്യൂം ഓൾ യുവർ റവന്യൂ. എത്ര പൈസ കിട്ടിയാലും ബിസിനസിന് മതിയാവത്തില്ല. കാരണം ബിസിനസ് ഈസ് ലൈക്ക് എ ബ്ലാക്ക് ഹോൾ. ഒരു ഇരുണ്ട ഗുഹ പോലെയാ. എത്ര ഇട്ടാലും ബിസിനസിന് തികയത്തില്ല. ബിസിനസിന് എന്നും പുതിയ ഓഫീസ് വേണം, ബിസിനസിന് എന്നും പുതിയ വെയർ ഹൗസ് വേണം, ബിസിനസിന് എന്നും പുതിയ സ്റ്റോക്ക് വേണം, ബിസിനസിന് എന്നും പുതിയ സ്റ്റാഫ് വേണം, ബിസിനസിന് എന്നും പണം വേണം. അങ്ങനെ ഈ ഉണ്ടാക്കുന്നതെല്ലാം അങ്ങോട്ട് ഇടാനാണ് എങ്കിൽ ബിസിനസ് ഇരുന്ന് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മെലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ബിസിനസിനെ വിശ്വസിക്കല്ലേ, ആ ബിസിനസിനെ ഉപയോഗിക്കാൻ പഠിക്കണം. അതാണ് ഒപ്റ്റിമൈസേഷൻ. എത്ര പൈസ നിങ്ങൾ അവിടെ അവൈലബിൾ ആണോ അത്രയും ചെലവ് കൂടും. അതാണ് ബിസിനസിന്റെ പ്രത്യേകത. ബിസിനസ് ഇങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കും നമ്മുടെ വരുമാനം. നമ്മൾ ബിസിനസ്സുകാർക്ക് 2 ടൈപ്പ് ഫിനാൻസ് ഉണ്ടായിരിക്കണം. ഒന്നിന്റെ പേര് ബിസിനസ് ഫിനാൻസ്, 2ന്റെ പേര് പേഴ്സണൽ ഫിനാൻസ്. നിങ്ങളോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ മാസം എങ്ങനെയാണ്? കഴിഞ്ഞ മാസം കുഴപ്പമില്ലായിരുന്നു സാറേ. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം നമുക്ക് ഒരു 50 ലക്ഷം രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൂടെ നമുക്കൊരു 45 ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് 5 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, ബിസിനസ് ഫിനാൻസ് എനിക്ക് മനസ്സിലായി. ബിസിനസ്സിൽ കഴിഞ്ഞ മാസം 5 ലക്ഷം രൂപ ഉണ്ടാക്കി. എന്റെ ചോദ്യം, ആ ബിസിനസ് റൺ ചെയ്ത നീ എന്തുണ്ടാക്കി കഴിഞ്ഞ മാസം? അത് സാറേ പിന്നെ ബിസിനസ് തുടക്കമല്ലേ, ബിസിനസ് വളരുന്നല്ലേ ഉള്ളൂ, നമ്മളിപ്പം എന്തുണ്ടാക്കാൻ? ഇവിടെ ഇങ്ങോട്ട് കഴിഞ്ഞ മാസം പേഴ്സണൽ അസറ്റിലേക്ക്, പേഴ്സണൽ ഫിനാൻസിലേക്ക് ഒന്നും ആഡ് ചെയ്യാൻ നിനക്ക് പറ്റിയിട്ടില്ല എങ്കിൽ കൺസിഡർ മാർച്ച് മന്ത് ആസ് എ ലോസ് മേക്കിംഗ് മന്ത്. എവരി മന്ത് ഇതൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. എവരി മന്ത് അത് 1000 രൂപയെങ്കിൽ 1000 രൂപ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റണം. പേഴ്സണൽ ഫിനാൻസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിന് പറയുന്നത് പേരാണ് ഗോൾഡൻ ഗൂസ് തിയറി. ഗോൾഡൻ ഗൂസ് എന്താണ്? ഗോൾഡൻ ഗൂസ്, നമുക്കൊരു ഫാം തുടങ്ങാൻ പറ്റണം. ഒരു ഫാം. ഈ ഫാം എന്തിന്റെ? താറാവിന്റെ ഫാമാണ്. താറാവ്, പൊന്മുട്ടയിടുന്ന താറാവ്. എന്താണ് ഈ പൊന്മുട്ടയിടുന്ന താറാവ്? ഈ താറാവ് എന്താണ്? നമ്മളുടെ അസറ്റുകളാണ്, പേഴ്സണൽ അസറ്റുകളാണ്. ഓരോ മാസവും, ഓരോ ക്വാർട്ടറിലും, ഓരോ ഇയറിലും ഇതിൻ്റെ അകത്ത് താറാവുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഈ താറാവിനൊരു പ്രത്യേകതയുണ്ട്, ഇത് പെടയായിരിക്കണം. കാരണം മുട്ട കിട്ടണം. ഈ മുട്ടയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ, നമുക്ക് ജീവിക്കാനുള്ള, നമുക്ക് ലക്ഷറി കാണിക്കാനുള്ള, ജീവിക്കാനുള്ള സാലറി മറ്റു കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് എടുത്തു. ലൈഫിൽ ലക്ഷറി കാണിക്കുന്ന എവിടെ നിന്നാ? ഇങ്ങോട്ട് നോക്കിക്കേ, കമ്പനിയിൽ നിന്ന് എടുത്ത പ്രോഫിറ്റിൽ നിന്നല്ല. ആ പ്രോഫിറ്റ് കൊടുത്ത് താറാവിനെ മേടിക്കണം. ആ താറാവിനെ വളർത്തി ആ താറാവിടുന്ന മുട്ടയ്ക്കകത്ത് എത്ര ലക്ഷറി ഉണ്ടാക്കാൻ പറ്റും അത്രയും ലക്ഷറി മതി. അതിന്റെ അപ്പുറത്തെ ലക്ഷറി കാണിക്കാൻ പോയാൽ ഈ താറാവിനെ ആയിരിക്കും നീ കൊന്നു തിന്നുന്നേ.